പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്.
അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ യോഹന്നാൻ 6:6 വചനമുണ്ട്. വേറൊരു വചനമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടും. യോഹന്നാൻ 6:6 എടുത്ത്, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അവനെ പരീക്ഷിക്കാനാണ് യേശു അങ്ങനെ പറയണത്. നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ പറയണം. പക്ഷെ നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അത് വായിച്ചേ. യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാ പ്രഭാഷകന്മാരൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു വചനമാണ്. കാര്യം നമ്മൾ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും പ്രഭാഷകർ പറയാറുണ്ട്. ഞാനിവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനസ്സിൽ കരുതിയിരുന്നെന്ന സംഭവമില്ലേ, എന്താണ്? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വാക്കുകൾ പ്രധാനപ്പെട്ട. ഒന്ന് നേരത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ ആൻസർ ഉണ്ടെന്നതിൻ്റെ അർത്ഥമേ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ഭാര്യയുമായിട്ട് നീ വഴക്കിട്ടിരിക്കുകയാണ്, ഭർത്താവുമായിട്ട് അകന്നിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി. ഇതിനൊരു പരിഹാരം ഈശോയുടെ മനസ്സിലുണ്ട്. ഇതിനെന്തെങ്ങനെ ഇത് പരിഹരിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നീ കല്യാണം കഴിക്കണം മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇരിക്കുന്ന ഇടത്താണ് പോകേണ്ടത്. കാര്യം നേരത്തെ ഇതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്നതും അതിൻ്റെ പരിഹാരം അറിയാവുന്നതും ഒരാളേ ഉള്ളൂ ബൈബിളല്ല ഏത് പുസ്തകത്തിൽ നോക്കിയാലും ക്രിസ്തു മാത്രമേ ഉള്ളൂ നിൻ്റെ വിഷയം നേരത്തെ അറിയാവുന്നത്. അത് നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ മുമ്പ് ദിവ്യകുർബാനയ്ക്ക് ഇരിക്കണില്ലേ? അതെന്താ കാര്യം? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എപ്പോഴും ഈശോനെ ആകാര്യത്തിൽ വട്ട വരച്ച് നിർത്തുന്ന ആളാണ്. ഞാൻ പറയും, ജീസസ് യു നോ, നിനക്കറിയാം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് അറിയാം. ഞാൻ ചാടിക്കയറി വല്ല പരിഹാരം ചെയ്ത് കുളവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ഈ വിഷയത്തിൻ്റെ മേൽ ത്രെഡ് എനിക്ക് തരണം, നീ ഈ വിഷയം ഇടപെട്ടണം. അപ്പോൾ എന്നുവെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷയത്തിൽ അതുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പരിഹാരം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ ഒരു സംഭവമുണ്ട്, അത് ഇടിവെട്ട എന്ന് വെച്ചാൽ ഈ കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ കർത്താവുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ടല്ലോ.
എന്താ പറയണത്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവചനെടുത്തേ 1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി നമുക്ക് സംയോജിക്കണമെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയണത്, അത് ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണത്. കാര്യം ദൈവം ആത്മാവാണ്. അതാണ് വിഷയാവചനം എടുത്തേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും. കാര്യം കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരണമെന്ന് ഇപ്പം 1 കൊരിന്തോസ് 6:17 പറഞ്ഞില്ലേ. ഇനി കർത്താവുമായിട്ട് യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളും ആത്മാവായി മാറണം. നമ്മളെങ്ങനെ ആത്മാവായി മാറും? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മൾ ഏത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും കർത്താവുമായിട്ട് യോജിക്കുന്നത്. അതാണ് ഭയങ്കര സിമ്പിളാണിത്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാനത് ചൊവ്വാഴ്ച പറയും. എനിക്ക് ഒരു മോള് സാക്ഷ്യം പറഞ്ഞാൽ, അപ്പം അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ ആൾക്കാരെ അവൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ തീരുമാനം ഞാൻ എടുക്കണം വെച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നണമെന്ന് ചോദിച്ചു. അച്ഛന് വേറെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയണത് കർത്താവിനെ അറിയാവുന്നവർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ആരോടാണ് ചോദിക്കണത്, എന്താണ് ചോദിക്കണമെന്നൊക്കെ അറിയാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതിന് വേറെ വല്ല ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് പറയണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവരെ ഗൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെ ഗൈഡ് ചെയ്യാനാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ നടത്താനും വേലപടയം നടത്താനും മാത്രമല്ല. ഞാനങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. പട്ടത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അവരെ നയിക്കുകയും ദൈവത്തിൽ അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവികമായിട്ടും സുവിശേഷപരമായിട്ടും അവരെ മറുപടി പറയാൻ, അവരെ ഗൈഡ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ പുരോഹിതനാകണത്, അവിടെ മുമ്പേ പോണത്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് ശരിക്കും. കുഞ്ഞ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ മോളേന്ന് പറഞ്ഞു. ഞാനെന്താ ചെയ്യണത്? ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, കർത്താവേ വന്ന് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നെറ്റി വെക്കും. നെറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ തല സമർപ്പിക്കണമാണ്. പിന്നെ ഇനി എപ്പോൾ പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാനൊന്നും ഇല്ല. നമ്മുടെ സർവാംഗം, നമ്മുടെ ഇച്ഛാശക്തി, ആഗ്രഹം, താല്പര്യങ്ങൾ എല്ലാം നമ്മൾ അങ്ങനെ അടിയറ വെക്കും. നെറ്റി മാതാവിൻ്റെ ചില്ലെ കൊണ്ട് തല വെക്കത്തില്ലേ? എന്നുവെച്ചാൽ അമ്മേ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ്, അമ്മയാണ് ഇനി ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പിന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ വന്ന് വീഴുന്നത്. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുന്നതല്ലേ? അമ്മയുടെ മധ്യസ്ഥവുമായിട്ട് ആൾക്കാരെ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴും. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത് ഞാൻ പറഞ്ഞു, മോളോട് സമാധാനം പറയണം, അവളോട് സമാധാനം പറയണം. അവൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഞാൻ തിരിച്ചു വന്ന് ആളോട് ചോദിച്ചു, മകളെ ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളത് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനുശേഷം അവളോട് ചോദിച്ചു, കുഞ്ഞ് വിചാരിച്ച നമ്പർ 14 അല്ലേ? അപ്പം അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് വിൽ ഓഫ് ഗോഡാണ്. എന്താ കാര്യം? ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്പർ എന്താണെന്ന് കർത്താവിനെ വെളിപ്പെടുത്തി. അത് 14 പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ അത് വിൽ ഓഫ് ഗോഡാണ്, അത് കൺകറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ആ ഡിസിഷന് കൺകറൻസ് ഉണ്ട്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ വേറൊരു സംഭവം നടക്കൂടെ. അതെന്താണ്?
1 കൊറിന്തോസ് 2:16 ഒന്ന് വായിച്ചത്. 1 കൊരിന്തോസ് 2:16. 1 കൊരിന്തോസ് 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? നിങ്ങൾ ഇനി ഇപ്പം ഈ 1 കൊരിന്തോസ് 2:16 വായിച്ചില്ലേ? ഇനി ആദ്യത്തെ വായിക്കണം. എന്താ കാര്യം? യോഹന്നാൻ 6:6 എന്താ വായിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നെന്ന്. ആര്? കർത്താവ്. അപ്പം കർത്താവിൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാരണം എന്ന വിഷയം നമ്മൾക്ക് ചോർത്തി കിട്ടും. അതെങ്ങനെ ചോർത്തി കിട്ടണത്? അത് ഈ 2 കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഇപ്പോൾ 6:17 1 കൊരിന്തോസ് 6:17 അനുസരിച്ച് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുന്നു. അപ്പോൾ ആ ഏകാത്മാവായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാരലായിട്ട് ഘടിപ്പിക്കുന്ന ഈ കമ്പ്യൂട്ടറില്ലേ, ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് തന്നെ ആയിരിക്കുമല്ല ആ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ക്യാരി ഓവർ ചെയ്ത് വരണത്. അതുപോലെ ക്രിസ്തുവുമായി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 കൊരിന്തോസ് എടുത്ത് 1 കൊരിന്തോസ് 2:16 എടുത്ത് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പോൾ സാധിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ മനുഷ്യന് പറ്റും. എപ്പോഴാണ് പറ്റണത്? എപ്പോഴാണ് പറ്റാൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണ്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ വചനം ഏതാ? 1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17 എന്താണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഏത് മനസ്സാണ്? നേരത്തെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ ഈശോ മനസ്സിൽ കരുതിയിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടും. അതെന്ത് തിയറിയിലാണ് കിട്ടുന്നത്? അത് ഈ വചനം അനുസരിച്ചാണ് കിട്ടുന്നത്. ഏതാണ്? ഈ 1 കൊരിന്തോസ് 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടി പാരലായിട്ട് ഘടിപ്പിച്ച കമ്പ്യൂട്ടർ പോലെയായി സംഭവം. കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ആചാര ജീവിതമാണ്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്നും പറഞ്ഞ് അനുഷ്ഠിച്ച് കൂട്ടുന്ന എല്ലാം ആചാര ജീവിതങ്ങളാണ്. അത് ആത്മീയ ജീവിതം അല്ല. ശരിക്കും പറഞ്ഞാൽ ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് മുന്തിയ നിലവാരമുള്ള കർത്താവിൻ്റെ സഹശുശ്രൂഷകരായി നമുക്ക് വളരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് 1000 നന്ദി കൃപാസന മാതാവിനും തിരുക്കുമാരനും പറയുന്നു. എൻ്റെ പേര് പ്രിയ. ഞാൻ UK നിന്നാണ്, ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ് വരുന്നത്. ഇവിടെ നാട്ടിൽ കണ്ണൂരാണ് സ്ഥലം. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായി അറിയുന്നത് 2024 മാർച്ചിലാണ്. ഒരു യൂട്യൂബ് സാക്ഷ്യം വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ വർഷങ്ങളായി മസ്കറ്റിൽ ഒമാനിലായിരുന്നു താമസം ഫാമിലി ആയിട്ട്. 2023 ഞാൻ കുടുംബമായിട്ട് UK പോയി. അതിനുശേഷം ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. ഞങ്ങൾ മസ്കറ്റിൽ ഒത്തിരി വെൽ സെറ്റിൽഡായിട്ട് നിന്നിരുന്നതാണ്. അപ്പം പെട്ടെന്നുള്ള ഒരു 23 വർഷം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മസ്കറ്റിൽ. അതിനുശേഷം UK പോയപ്പോഴത്തേക്ക് ഒത്തിരി പ്രതിസന്ധികളും ചാലഞ്ചും ഉണ്ടായി. അപ്പം അപ്രതീക്ഷിതമായിട്ടാണ് 2024 യൂട്യൂബ് വഴി മാതാവിനെ പറ്റി കൃപാസന മാതാവിൻ്റെ ഒരു യൂട്യൂബ് സാക്ഷ്യം കേൾക്കാനിട വന്നത്. അതിനുശേഷം ഞാൻ തുടർച്ചയായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. ഈവൻ ഒമാനിൽ വെച്ചിട്ട് ഞാൻ
എപ്പോഴും ചർച്ചിൽ പോവായിരുന്നു അവിടുത്തെ. ഞാൻ മസ്കറ്റിൽ നിന്ന് UK വരുമ്പോഴത്തേക്കും ഞാൻ വിസ ആപ്ലിക്കേഷൻ സമയത്തൊക്കെ ഞാൻ അവിടുന്ന് മാതാവിൻ്റെ ഹിതം ചോദിച്ചിട്ടാണ് ഞാൻ UK വന്നത്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ UK വന്നത്. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ മെഡിസിന് പഠിക്കുന്നു, 4th ഇയർ ആണ്, യൂറോപ്പിലാണ്. അവൾ യൂറോപ്പിലോട്ട് ഹയർ സ്റ്റഡീസിന് പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്, യൂറോപ്പ് സൈഡിലോ UK ഞങ്ങൾ മാറാമെന്നുള്ളത്. ചെറിയ മോള്, രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിലാണ്. ഇപ്പം അവിടെ GCSE UK. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഞങ്ങൾക്ക്. പുതിയൊരു കൺട്രി, പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, എല്ലാം പുതിയതായിരുന്നു. മാതാവ് ശരിക്കും ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയാം ആ കാലയളവിൽ. മാതാവ്, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയെ പറ്റി നോക്കി മനസ്സിലാക്കി. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഏപ്രിൽ 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഓൺലൈനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഹസ്ബൻഡ് എൻ്റെ കൂടി ഞങ്ങൾ 2 പേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജേണി കുറച്ച് മാതാവിൻ്റെ സംരക്ഷണയിൽ മുമ്പോട്ട് പോയി. ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പം അതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഡിസർട്ടേഷനും എല്ലാം കംപ്ലീറ്റായി ചെയ്ത് എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി 2024 ഒക്ടോബറിൽ എനിക്ക് കിട്ടി. ആ ഇടയിൽ ഞങ്ങൾ താമസിച്ചത് ഓക്സ്ഫോർഡിൽ സെൻറ്ററിൽ തന്നെയായിരുന്നു. അപ്പം അവിടെ ഒരു ചർച്ച്, ഞങ്ങളെ വീട്ടിനടുത്തൊരു ചർച്ച്, ഞങ്ങൾ പറയാൻ മറന്നൊരു കാര്യം, ഞങ്ങൾ അക്രൈസ്തവരാണ്. പക്ഷേ എന്നാലും മാതാവും യേശുവും എപ്പോഴും പ്രിയപ്പെട്ടവരായിരുന്നു. ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോകും അവിടെ എല്ലാ സൺഡേയും. അപ്പം ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനമില്ല. അപ്പം ബസ്സിൽ പോകണം. അവിടുത്തെ കാലാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം, തണുപ്പാണ്. അപ്പം ഞാനും ഹസ്ബൻഡും ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വീട്ടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും ഞങ്ങൾ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് മിസ് ചെയ്തു. അപ്പം 6 മാസമായിട്ട് ഞങ്ങൾ സെയിം വരുന്ന റൂട്ടാണ്, ഞങ്ങളങ്ങനെ മറക്കാറില്ല 2 പേരും ഒരുമിച്ചിട്ട്. അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയ സമയത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് നടക്കുമ്പം ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് 2 മിനിറ്റിലൊരു പള്ളിയുണ്ട്. അത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് അവിടെ ഓക്സ്ഫോർഡിൽ ഏജ് എനിക്ക് തോന്നുന്നു 75-80 ആണ് എല്ലാം. അങ്ങനെയുള്ളൊരു പ്രായമായ ആൾക്കാർ ആണ് അവിടെ ചെയ്യുന്നത് പ്രാർത്ഥനകളും എല്ലാം. അപ്പം അന്ന് ഞങ്ങൾ അത് വായിച്ചു. നെക്സ്റ്റ് സൺഡേ 10:30 മാസമാണ്. അപ്പോൾ അന്ന് മുതൽ നെക്സ്റ്റ് സൺഡേ മുതൽ ഞങ്ങൾ അവിടെ സ്ഥിരം പോവാറുണ്ട്. അപ്പോൾ അവിടെയുള്ള വയസ്സായ ആൾക്കാർക്ക് ഞങ്ങൾ വളരെ അവരെ കൂടെ പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കെടുക്കുകയും, കുർബാന ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷേങ്കിൽ യേശുവും മാതാവും എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്പിരിച്വൽ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എപ്പോഴും. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ മാതാവിൻ്റെ അനുഭവം. അതിനുശേഷം ഞാൻ 2024 ഒക്ടോബർ 1 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ നേരെ എപ്പോഴും വരുന്നത് നേരിട്ട് കൊച്ചിയിൽ വന്ന്, ഞങ്ങളെ സ്ഥലം കണ്ണൂരാണ്. ഇവിടെ വന്ന് വേറെ എവിടെയും ഞാൻ പോയില്ല. നേരെ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. അന്നും എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അത് അപ്പം ഞാൻ എല്ലാവരും എൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയും മാതാവ് എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് ഭയങ്കര എനിക്കൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ആ പള്ളിയിൽ പോയ സമയത്ത് അവിടെ എനിക്ക് ബൈബിളില്ല ആക്ച്വലി. അപ്പം ഞങ്ങളാരും ബൈബിള് ഇതുവരെ വായിച്ചിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ അവിടെ പ്രീസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അവിടെ അവരോട് പറഞ്ഞു എനിക്ക് ബൈബിള് വേണം. അപ്പം അന്ന് ആ ബൈബിള് പുള്ളി എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ബൈബിള് വെച്ചു. ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം സ്ട്രഗിളാണ് ഒരുപാട്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ നല്ല ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് എൻ്റെ ഒരു ഡിസിഷനായിരുന്നു ഇങ്ങോട്ട് മൂവ് ചെയ്യാണെന്നുള്ളത്. അപ്പം അത് ശരിയാണോ എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ പെട്ടെന്ന് മിഡിൽ ഈസ്റ്റ് നമ്മൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ശരിയായ തീരുമാനമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ ബൈബിള് വെച്ചു കുറച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു 13 എന്നുള്ള നമ്പർ വന്നു. അപ്പോൾ അത് ഞാൻ എനിക്ക് വചനങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഞാൻ ആ നമ്പർ 13 പേജ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എല്ലാം വിട്ടിട്ട് പോവുക. അപ്പം അത് എൻ്റെ എക്സാക്റ്റ് സെയിം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ആ വചനം എനിക്ക് തന്നത്. കാരണം ഇത് എൻ്റെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനത്തിലൂടെയാണ് ഞാൻ പോയതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കാര്യങ്ങൾ ഇത് മുന്നേ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതാണെന്നുള്ളത് എനിക്ക് ആ ബൈബിൾ വചനത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ എക്സാമൊക്കെ ഫിനിഷ് ചെയ്തു, എനിക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ തിരിച്ചുപോയി എനിക്ക് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ, ഡിസംബറിനുള്ളിൽ എനിക്ക് ഓക്സ്ഫോർഡിൽ നിന്ന് തന്നെ നല്ലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഫൈനാൻസിൽ ഒരു ഇൻ്റർവ്യൂ കോള് വന്നു. അപ്പം അത്ഭുതകരമായ കാര്യം, ആ ഫൈനാൻസ് മാനേജറുടെ പേര് മെറി എന്നാണ്. അത് വന്നപ്പം തന്നെ എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് എനിക്ക് വന്നൊരു ഇൻ്റർവ്യൂ, അതും ഓക്സ്ഫോർഡിൽ നിന്ന് തന്നെ, മെറി എന്നാണ് പേര്. അത് ഉടമ്പടി പോയതിന് ശേഷമുള്ള ഒരു കോള്. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എനിക്ക് ആ ജോലി കിട്ടി. ഞാൻ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അടുത്താണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം, അത് ഓഫീസിൻ്റെ 2 മിനിറ്റ് നടക്കേണ്ട ദൂരത്തിൽ ഓക്സ്ഫോർഡിലെ വൺ ഓഫ് ദ ഫേമസ് ചർച്ച് എന്ന് പറയാം, കാത്തലിക് ചർച്ചാണ്, യൂണിവേഴ്സിറ്റി ചർച്ച്. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, ടൂറിസ്റ്റൊക്കെ വരുന്ന ചർച്ചാണ്. അത് ബെസ്റ്റ് ടൈമിംഗ് ആണ്. കാരണം ചർച്ച് 5 മണിക്ക് അടക്കും. എൻ്റെ ഓഫീസ് 8 to 4 ആണ്. ഡെയിലി ഞാൻ 4 മണിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ ആ ചർച്ച് പോയിരുന്ന് വിശ്വാസ പ്രമാണവും എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും എല്ലാം ചൊല്ലി ഡെയിലി അവിടെ നിന്ന് 5 ദിവസം ഞാൻ അവിടെ പോയിരിക്കും. സാറ്റർഡേ സൺഡേ ലീവാണ്. സൺഡേ ഞാൻ ഇപ്പുറത്ത് വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി മാസം ഓടും. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം കൂടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാനേജർ പൊസിഷനിലായിരുന്നു, മിഡിൽ ഈസ്റ്റിലെ ഫൈനാൻസ് മാനേജറായിട്ടാണ്. പക്ഷേ അവിടെ ഒരുപാട് എനിക്ക് റെസ്പോൺസിബിലിറ്റീസും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഒരു ലോവർ പൊസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും വളരെ പീസ്ഫുള്ളായിട്ടുള്ള, വളരെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള 150 years ഓൾഡ് ബ്രിട്ടീഷ് കമ്പനിയാണ്. എല്ലാവരും ഒരു ഫാമിലി പോലെ. അപ്പം അതൊരു വലിയൊരു അത്ഭുതമാണ്, ഒരു വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടേത്. ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ജോലി ചെയ്ത് പോകാമെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്ന സമയത്ത് ഇവിടുത്തെ നിന്ന് തീർത്ഥാടന ഉടമ്പെടുത്ത് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശിരിവും ഉപ്പും തൈലവും ഉപ്പൊക്കെ ഞാൻ ഓഫീസിൻ്റെ മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത്. അങ്ങനെ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയതെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. വേറൊരു വലിയൊരു അത്ഭുതം നടന്നത് ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾ മസ്കറ്റിൽ വലിയൊരു രണ്ടാളും നല്ല 2 പൊസിഷനിൽ ഇരുന്നവരാണ്. പുള്ളി ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടിയാണ് ആക്ച്വലി UK പോയത്. അപ്പോൾ പുള്ളി വന്ന് സെക്കൻഡ് ഡേ തന്നെ പുള്ളിക്ക് അവിടെ UK ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവിൽ ഒരു ജോലി ഇൻ്റർവ്യൂ കിട്ടി. അതും ഓക്സ്ഫോർഡിൽ തന്നെയാണ്. പുള്ളിക്ക് ഇൻ്റർവ്യൂ ചെന്നു, പുള്ളി പാസ്സായി, അവിടെ പുള്ളി ജോലിക്ക് കയറി. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്, പുള്ളി എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. പക്ഷേ പുള്ളിക്കും അവിടെ കോൺട്രാക്റ്റ് അവർ കൊടുത്തത് ഗവൺമെൻറ്റിൻ്റെ പെർമനൻ്റ് കോൺട്രാക്റ്റാണ്. പുള്ളി ജോലിക്ക് കയറി. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം അതിനുശേഷം ഒരു നിയമം വന്നു, സാലറി എല്ലാവർക്കും ഈക്വൽ ആക്കണം എന്നുള്ളത്. അപ്പം പുള്ളി ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളിക്കും അവിടെയുള്ള ആൾക്കാർക്കും എല്ലാം ഒരേ പേ സ്കെയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, നീ ജോയിൻ ചെയ്തിട്ട് 1 മാസം 2 മാസം ആയില്ല, അപ്പോൾ ഞങ്ങളുടെ അതേ പേ സ്കെയിലാണ് നിനക്കും കിട്ടുന്നത്. അതിനുശേഷം വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഒരുപാട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് പ്രൈവറ്റൈസ് ചെയ്യുമായിരുന്നു ആ ഗവൺമെൻറ് സ്ഥാപനം. അപ്പം ഉറപ്പായിട്ടും ജോലി പോവും. അപ്പോൾ അതൊരു വലിയൊരു, ഞങ്ങൾ പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് ഇടപെടുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളിലുണ്ട്, മാതാവ് കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ ഓഫീസിൽ ഇവിടുത്തെ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പുള്ളി. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പുള്ളി അവിടെ ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്ത സമയത്ത് പുള്ളിക്ക് അവിടെ നിന്ന് ബെനിഫിറ്റ്
നമ്മൾ എംപ്ലോയീസിനെ പറഞ്ഞു വിടുമ്പോൾ, അതും പുള്ളി ഗവൺമെൻറ് പെർമനൻ്റ് എംപ്ലോയി ആയിരുന്നു അവിടുത്തെ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന അതേ ബെനിഫിറ്റ്, പുള്ളി ജോയിൻ ചെയ്തിട്ട് 2 വർഷം പോലും ആയിട്ടില്ല, 1.5 years ആയിട്ടുള്ളൂ. എല്ലാ ബെനിഫിറ്റുകളും കൂടെ നല്ലൊരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റായി ആക്ച്വലി. അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റുഡൻ്റായി പോയതിൻ്റെ എല്ലാ ഇതും എനിക്ക് ആ ഇതിൻ്റെ അകത്ത് മാതാവ് നികത്തി തന്നു. അതിനുശേഷം വേറൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ആ ജോലിയിൽ നിന്ന് 30-ാം തീയതി ഇറങ്ങി 1-ാം തീയതി തന്നെ ആ സെയിം സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റൈസ് കമ്പനിയിൽ പുള്ളിക്ക് ജോലി കിട്ടി. അപ്പോൾ പുള്ളി ഇന്നും അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേങ്കിൽ ആ എമൗണ്ട് ഞങ്ങൾക്ക് ക്രെഡിറ്റായി, ഗവൺമെൻറ്റിൽ നിന്ന് പ്രൈവറ്റൈസ് ചെയ്തേണ്ടായതിൻ്റെത്. അത് മാതാവിൻ്റെ രണ്ടാമത്തെ ഒരു വലിയൊരു അത്ഭുതകരമായിരുന്നു, ഇടപെടലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. മാതാവും യേശു എപ്പോഴും കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എപ്പോഴും ബോധ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കി എല്ലാം പഠിച്ചു, പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചു, എല്ലാം പഠിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ ഇപ്പം പുള്ളി പിന്നെ ഹസ്ബൻഡ് ഇവിടെ വന്ന് കഴിഞ്ഞ 2025 പുള്ളി ഇവിടെ വന്നു. പുള്ളി അവിടെ ആ ഗവൺമെൻറ്റിൻ്റെ ആ ചേഞ്ച് വന്ന സമയത്ത് ഇവിടെ വന്നു. ആ എമൗണ്ട് ക്രെഡിറ്റ് ആയ അന്ന് അത് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്ത്, എൻ്റെ NRI ഉടമ്പടിയാണ്, 1 വർഷം ആവുന്ന അന്നാണ് പുള്ളിക്ക് ആ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. 30-ാം തീയതി സെപ്റ്റംബർ, ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 30th September 2025 പുള്ളിക്ക് ആയ വലിയൊരു എമൗണ്ട് പുള്ളിയുടെ ക്രെഡിറ്റായി. അന്ന് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പുള്ളി ഇവിടെ വന്നു, നമ്മളെ റാലി പങ്കെടുത്തു. പക്ഷേങ്കിൽ സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷേങ്കിൽ ഞാനാണ് മെയിനായിട്ട് ഉടമ്പടി എടുത്തുള്ളതുകൊണ്ട് ഹസ്ബൻഡ് വന്ന് സാക്ഷ്യം ഒറ്റയ്ക്ക് പറയുന്നില്ല എന്ന് പറഞ്ഞത്. അത് കാരണം എൻ്റേതായിരുന്നു ആദ്യം എല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ഇവിടെ നിന്ന് എല്ലാവരും ഫാമിലിയായിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ആൾക്കാർ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് സകുടുംബം വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്നാണ്. പക്ഷേങ്കിൽ അതിന് സാരമില്ല. ഇന്ന് അതിനുശേഷം 3-ാമത്തെ ഒരു അത്ഭുതം നടന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ UK ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഞാൻ ഡ്രൈവിംഗ് മാസ്കറ്റിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ UK ഡ്രൈവിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എസ്പെഷ്യലി ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അവിടുത്തെ തിയറി ടെസ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ, അത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോകുമ്പോൾ തന്നെ ഉപ്പും തൈലും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. എൻ്റെ ആദ്യത്തെ തിയറി ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ടെസ്റ്റും വന്നപ്പോഴത്തേക്കും 2 പ്രാവശ്യം എനിക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അത് പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ആക്ച്വലി. അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില സമയം എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അവർ തന്നെ 2 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു. ഇൻസ്ട്രക്ടർ നിങ്ങൾക്ക് എടുക്കാൻ ഡ്രൈവിംഗ് ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ്പോൺ ചെയ്തത്. 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് മനസ്സിൽ വന്നു, ജീസസ് തന്നെയാണ് വരുന്നത് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പം ഞാനെന്ന് ഹസ്ബൻഡ്, ഞങ്ങൾക്ക് വണ്ടിയുണ്ട്, അപ്പം പുള്ളി എന്നെ കൊണ്ടാക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, തിരിച്ച് വരുമ്പം വണ്ടിയുടെ താക്കോൽ എനിക്ക് തന്നിരും, ഞാൻ എടുത്തിട്ട് വരും, ഇന്ന് എനിക്ക് ടെസ്റ്റ് പാസ്സായി എനിക്ക് കിട്ടും, ഇന്ന് ഈശോ തന്നെയാണ് വരുന്നത് ടെസ്റ്റ് എടുക്കാൻ, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ വന്ന് ഞാൻ ടെസ്റ്റിന് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി, അതിനു മുമ്പേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ട് ആൾക്കാർ വന്ന് അവരെ വിളിക്കും ഓരോരുത്തരെയായിട്ട്. അപ്പം അവിടെയുള്ള ഓഫീസേഴ്സൊക്കെ നല്ല ക്ലീൻ ഷേവൊക്കെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നടക്കത്തൊന്നുമില്ല, അത് എനിക്ക് തോന്നിയതായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ പ്രിയ എന്ന് പറഞ്ഞ പേര് വന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എക്സാക്ട്ലി ജീസസ് മുന്നിൽ വന്ന് നിൽക്കുന്ന പോലത്തെ മനുഷ്യനാണ് വന്നവിടെ നിന്നത്. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ആകെ ഇതായി. പിന്നെ അത്രയും പൊളൈറ്റായിട്ട് പുള്ളി വന്നു, വണ്ടിയിലിരുന്നു, എന്നെ ഫുൾ ഗൈഡ് ചെയ്തിട്ടാണ് എന്നെ കൊണ്ടുപോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു, ഷീസ് പെർഫെക്റ്റ്. എനിക്ക് ഒരു മൈനറോ ഒരു ഫോൾട്ടും ഇല്ലാതെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ലൈസൻസ് കിട്ടി. അത് വലിയൊരു അത്ഭുതമാണ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഇൻസ്ട്രക്ടർ ഒരു ലേഡിയാണ്, പോളിഷ് ലേഡി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഓക്സ്ഫോർഡിൽ നമുക്ക് ടെസ്റ്റ് സെൻറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ എടുത്തിട്ട് അവിടെയാണ് ഞാൻ പോയിക്കൊണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിൽ പോയിട്ട് വേണം എനിക്ക് ഇതെടുക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ.
അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ കയ്യിൽ പത്രം, ഞാൻ പോകുന്ന സമയത്തൊക്കെ പത്രം എല്ലാവർക്കും കൊടുക്കും. ഞാൻ എല്ലാവർക്കും കൊടുക്കത്തില്ല, എനിക്ക് മനസ്സിൽ തോന്നിക്കും ഇന്നേ ആൾക്ക് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്ന സമയത്ത് ഞാനൊരു വെള്ളം വാങ്ങിക്കാൻ അവിടുത്തെ ഒരു ഷോപ്പ് കയറിയപ്പോഴത്തേക്ക് ഒരു ലേഡിയെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഈശോ തന്നു ഒരു പത്രം പുള്ളിക്കാരത്തേക്ക് കൊടുക്കണം. ഞാനൊരു പത്രം എടുത്തു, ഇംഗ്ലീഷ് പത്രം എൻ്റെ കയ്യിലുണ്ടായി, ഞാൻ പുള്ളിക്കാരത്തേക്ക് കൊടുത്തു. പുള്ളിക്കാരത്ത് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എൻ്റെ ബാഗിൽ തന്നെയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്ട്രക്ടർ എടുത്ത് ബാഗ് തുറന്നപ്പോഴത്തേക്ക് ഈ പത്രം കണ്ടു. അപ്പം ഞാൻ ഈ പുള്ളിക്കാരത്തേക്ക് ഈ പത്രം കൊടുത്തു, നീട്ടി. എനിക്കറിയത്തില്ല അവർക്ക് ഇഷ്ടപ്പെടുക, കാരണം ഇൻസ്ട്രക്ടേഴ്സാണ്. കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയ, ഐ ഓൾറെഡി ഹാവ് ദിസ് കൃപാസനം പേപ്പർ വിത്ത് മീ. ഐ വാസ് സോ ഷോക്ക്. ഐ ടോൾഡ് ഫ്രം വേ യു ഗോട്ട് ഇറ്റ്, എവിടുന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത്? അപ്പോൾ എന്നോട് എൻ്റെ ഇവിടെ മുന്നേ വന്ന ഒരു കുട്ടി എനിക്ക് തന്നതാണിത്, അമ്മയുടെ പത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ കൂടെ പത്രം വെച്ചോട്ടെ. പുള്ളിക്കാരത്തേക്ക് ഞാൻ ആ പത്രം കൊടുത്തു. പുള്ളിക്കാരത് വായിച്ചു. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, എനിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും, മാതാവിൻ്റെ ഇടപെടൽ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ പത്രം ഞാൻ കൊടുക്കും. അത് പോളിഷ് ലേഡിയാണ്, ആ ലേഡിക്ക് ആ പത്രം എവിടുന്ന് കൃപാസന മാതാവിനെ പറ്റി അറിയാം. അതെനിക്കൊരു വലിയ ഇഷ്ടം. കാരണം ഇതൊന്നും ഇതല്ല, നമ്മൾ ആകസ്മികമായിട്ട് നടക്കുന്നതല്ല, അമ്മ കണക്ട് ചെയ്യുന്ന എല്ലാവരെയും നമ്മളെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം കൂടെ നടന്നു. ഒത്തിരി ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ സാക്ഷ്യം ഫാമിലിയായിട്ട് പറയണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ വന്നു. കഴിഞ്ഞ തവണയും ഞാൻ എഴുതി കൊടുത്തിട്ട് പോയി. മനസ്സിന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മുകളിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇരിക്കുമ്പം ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാനിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ, മാതാവിനെ എനിക്ക് കിട്ടിയാൽ ഞാനിന്ന് സാക്ഷ്യം ഇവിടെ കയറി പറയാം, അല്ലെങ്കിൽ ഞാനിത് ഇവിടെ കൊടുത്തിട്ട് പോകാം. അമ്മയുടെ ഹിതം എന്താണോ അതുപോലെ ഞാൻ ചെയ്യാം. അത്ഭുതകരമായി ഞാൻ എടുത്തപ്പോൾ മാതാവ് എനിക്കാണ് കിട്ടിയത്. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു തമാശയല്ല, അമ്മയോട് തമാശയല്ല ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ക്ലിയർ ആക്കി, ഞാൻ സാക്ഷ്യം പറയാതെ പോകത്തില്ല. പക്ഷേ മാതാവ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയും കയറി ഇവിടെ. എനിക്ക് ആൾക്കാരെ കയറി വരുന്ന സാക്ഷ്യം പറയണം എന്നുള്ള ഭയങ്കര കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് അത് അത്ഭുതകരമായിട്ട് മാതാവ് എൻ്റെ കയ്യിൽ വന്നു. ഞാനിന്ന് അപ്പം തന്നെ ഞാനത് പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ വന്നു, എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നു, എനിക്ക് സാക്ഷ്യം പറയണം, മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ. ഞാൻ വന്നു, എഴുതി കൊടുത്തു. അപ്പം ഇത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള, മാതാവിനെ ഉറച്ചു വിശ്വസിക്കുക, മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാതാവ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. എനിക്കും ഒത്തിരി ഇൻ്റർവ്യൂസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്, വലിയ വലിയ പൊസിഷനിലേക്കും പോസ്റ്റിലേക്കൊക്കെ. പക്ഷേങ്കിൽ അന്നൊക്കെ ഞാൻ വിചാരിക്കും കിട്ടി, ഓൾമോസ്റ്റ് എല്ലാം ആയി, ലാസ്റ്റ് ചാൻസ് ആകുമ്പോഴത്തേക്ക് റിജക്റ്റ് ആവും. അപ്പം ഞാൻ ഒത്തിരി നിരാശയിൽ പോകും. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ. പക്ഷേ നമ്മൾ മുറുക്കെ പിടിച്ച് മാതാവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ മാതാവ് ഒരിക്കലും കൈവിടത്തില്ല, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പത്രം ഞാൻ എല്ലാവർക്കും കൊണ്ട് പറ്റുന്നിടത്ത്, ഞങ്ങൾ ചർച്ചിലാണെങ്കിലും വിവിധ ഭാഷക്കാർ ഞങ്ങളുടെ ചർച്ചിലുണ്ട് ആക്ച്വലി. അപ്പോൾ അവർക്ക് പല കൺട്രിയിൽ നിന്നുള്ള, ഇംഗ്ലീഷ് അറിയാവുന്നവരാണ്, പല പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങളെ ചർച്ചിൽ വന്നിട്ട് നമുക്ക് പ്രവൃത്തികൾ, ചർച്ചിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനിത് കൊടുക്കും. ഓക്സ്ഫോർഡ് സെൻട്രൽ ഞാൻ പോയി കൊടുക്കാറുണ്ട്. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി പ്രായം ചെന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് യേശുവിനെ പറ്റിയും ഇതും മാതാവിനെ പറ്റിയും പറയാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവിടെ എന്ന് വെച്ചാൽ അവർ നമ്മളെ വീട്ടിലൊക്കെ ക്ഷണിക്കും, ബ്രിട്ടീഷേഴ്സാണ് അവർ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് കുറച്ച് ബാക്കി കാര്യങ്ങൾ പറയും. പിന്നെ ബാക്കി മുഴുവൻ വരുന്നത് ജീസസിനെയും അമ്മയും പറ്റിയിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അവർക്ക് വളരെ അത്ഭുതമാണ്. കാരണം ഞാനൊരു നോൺ ക്രിസ്ത്യനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പം അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് അത് കേട്ടിരിക്കും. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെ പറ്റി, യേശുവിനെ പറ്റി എല്ലാവരുടെ അടുത്തും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ അധികം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ചർച്ചിൽ, ഞങ്ങൾ പോകുന്ന ചർച്ചിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അവിടുത്തെ പലതരം ഹോളിഡേ ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ അംഗമാണ്. അതിനൊക്കെ അവരെ സഹായിക്കാറുണ്ട്. അവിടെ എല്ലാം പ്രായമായ ആൾക്കാരാണ് ചെയ്യുന്നത്. സംടൈം ഐ ഫീൽ വെരി സാഡ് ആക്ച്വലി. യൂത്ത് നമുക്ക് അങ്ങനെ അവിടെ വരുന്നില്ല. അതെനിക്ക് കാണുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, എന്തേ യങ്സ്റ്റേഴ്സ് പള്ളികളിൽ അധികം വരുന്നില്ല അവിടെ. അപ്പം നമ്മളെ സൈഡിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് എല്ലാം അവർക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും, പള്ളിയിലേക്ക് വേണ്ടുന്നത്.
പിന്നെ പൈസയായിട്ട് ഞാൻ ആവശ്യമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ഒരു ചാരിറ്റി ഗ്രൂപ്പിലേക്ക് മന്ത്ലി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാരിറ്റി ഗ്രൂപ്പിലേക്ക്. ഇവിടെയും ഞാൻ അയക്കാറുണ്ട്. ആവശ്യമുള്ള കൂട്ടർക്കൊക്കെ നാട്ടിലും കാര്യങ്ങളെല്ലാം പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരവും രാവിലെയും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥന ഹസ്ബൻഡും വൈഫും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും വളരെ ആത്മീയ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡും വൈഫും എപ്പോഴും എല്ലാവരും രണ്ടുപേരും ഒരുപോലെ ഇതായിരിക്കണം. അപ്പം എനിക്കൊരു വിഷമം വരുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ഇച്ചിരി മടി കാണിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് വന്നിട്ട് പറയും, ഇല്ല നമുക്കിന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന മുടക്കാൻ പാടില്ല. അപ്പം അതുപോലെ തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോഴത്തേക്ക് ഞാൻ ചാടി ഇല്ല അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ രണ്ടുപേരും കോംപ്ലിമെൻറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഡെയിലി ഒരു ദിവസം പോലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കാറില്ല. യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഞാൻ 2024 സാക്ഷ്യങ്ങൾ കേട്ടാൻ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഈ 2 ദിവസം ഇപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ കണ്ടു, ഒരു സാക്ഷ്യം പോലും ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വരുന്നതിന് സമയത്തിന് മുമ്പേ ഞാനത് പ്രീമിയർ അത് വേഷം തുടങ്ങുമ്പം തന്നെ ഞാനത് നോട്ട് ചെയ്ത് വെക്കും, ഞാനത് കാണും. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പോലും ഞാൻ മുടക്കിയിട്ടില്ല. അതിന് മുന്നേ 2024 മുന്നേയുള്ള പ്രാർത്ഥന പോലും ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് സമയം എനിക്ക് വിൻ്റർ പൊതുവേ വലിയ താല്പര്യമില്ല, പക്ഷേങ്കിൽ പ്രാർത്ഥന നമുക്ക് സമയം ഗ്യാപ്പ് മാറും, ടൈം സോണ് മാറും. അതുകൊണ്ട് എനിക്ക് വിൻ്റർ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എനിക്ക് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലെത്തുമ്പോഴത്തേക്ക് എൻ്റെ ഈ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന തീരും. അതുകൊണ്ട് എനിക്ക് വിൻ്റർ ഇഷ്ടമാണ്. കാരണം സമ്മർ ആകുമ്പോഴത്തേക്ക് സമയം ഗ്യാപ്പ് കുറയും. അപ്പം നമുക്ക് ഇവിടെ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഓഫീസിലെത്തുമ്പോഴത്തേക്ക് പകുതി കേൾക്കാം, പകുതി ബാക്കി ഞാൻ ഓഫീസിലിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഒരു ഉടമ്പടി പ്രാർത്ഥന പോലും ഞാൻ മിസ് ചെയ്യാറില്ല. അത് കേൾക്കണം. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ നമുക്ക് എന്താണോ നമുക്ക് ആ സമയത്ത് ആവശ്യമുള്ളത് അതായിരിക്കും അച്ഛൻ റെഫർ ചെയ്ത് പറയുന്നുണ്ടാവുക. അതുപോലെ ബൈബിള് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പം എക്സാക്ട്ലി നമുക്ക് വേണ്ടുന്നൊരു ആൻസർ ബൈബിളിൽ നമുക്ക് കിട്ടും. ആക്ച്വലി അത് അച്ഛൻ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ശരിക്കും നമുക്ക് അത് വചനങ്ങൾ അങ്ങനെയാണത്. ആക്ച്വലി അത് എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ശരിക്കും വചനമല്ല, ശരിക്കും ആത്മാവ് തന്നെയാണ്. അത് ബൈബിളിൻ്റെ വേറൊരു കാര്യം, നമ്മളൊരു അരമണിക്കൂർ വായിച്ചാലും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചാലും എല്ലാം ഒന്നും നമുക്ക് മനസ്സിൽ കയറണമെന്നില്ല, അത് കയറത്തുമില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് സ്ട്രൈക്ക് ചെയ്യും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് തരും അതവിടെ. അപ്പം അത് ഫുൾ ഒരു 30 മിനിറ്റ് ബൈബിൾ വായിച്ചാലും ശേഷം നമുക്ക് കിട്ടുന്നത് ചില സമയം ഒരു 4-5 വരികൾ മാത്രമായിരിക്കും. നമുക്കതേ വേണ്ടൂ. ആ ഒരു നിറവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരമണിക്കൂർ വായിക്കുന്നത്. അപ്പം അത് ബൈബിൾ വായിക്കണം എല്ലാവരും. പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഇനിയും അമ്മയും തിരുക്കുമാരൻ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. അടുത്ത ഒരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരും. കുടുംബത്തോടെ വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തികളെയും എല്ലാം ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് പാലിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പത്രം കൊടുക്കുന്നതും അവിടെയുള്ള മറ്റുള്ളവർക്ക് ഇംഗ്ലീഷിൽ പത്രം കൊടുക്കുന്നതും എല്ലാവർക്കും വായിച്ച് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇൻ മലയാളം വട്ടവർ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്കുള്ള പേപ്പർ മേടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുകയാണ്. അറിയാത്തവരെ അറിയിക്കാനും, ഈ മകൾ തന്നെ ഒരു അക്രൈസ്തവ മകളാണ്, അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമുള്ള ആ ശ്രമം. ഓരോടത്ത് പോകുമ്പോഴും പത്രം കയ്യിൽ പിടിച്ച് പരിശുദ്ധ അമ്മയെപ്പറ്റി ഈശോയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ ജപമാലയെല്ലാം പഠിച്ച് യൂട്യൂബിൽ നിന്ന് പഠിച്ച്
ബൈബിൾ ആരോടും ചോദിച്ചു മേടിച്ചു വായിച്ചു. ഓരോ വചനത്തിൽ നിന്ന് കിട്ടുന്നത് അന്നന്ന് വേണ്ടുന്ന ആഹാരം പോലെയാണ് വചനങ്ങൾ നമ്മോട് പറയുന്നത്, സംസാരിക്കുന്നതെന്നാണ്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും കൂടുമ്പോഴെല്ലാം അച്ഛൻ നമ്മളോട്, എൻ്റെ കുടുംബത്തോട് സംസാരിക്കേണ്ട എന്താണോ അതാണ് എനിക്ക് വചനത്തിലൂടെ അച്ഛൻ പറഞ്ഞു തരുന്നത്. ബൈബിളിൽ എനിക്ക് ആവശ്യമായ അരമണിക്കൂർ വായിക്കുമ്പോഴും എനിക്ക് ആവശ്യമായ വചനം സ്ട്രൈക്ക് ചെയ്ത്, പരിശുദ്ധാത്മാവ് എന്നെ സ്ട്രൈക്ക് ചെയ്ത് എന്നെ ടു അണ്ടർസ്റ്റാൻഡ്, അത് പരിശുദ്ധാത്മാവാണ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നാണ് ഈ മോളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂട്ടുണ്ടെങ്കിൽ നമ്മളേതറിയാത്ത വഴികളിലൂടെ യാത്ര ചെയ്താലും ഈശോയും അമ്മയുടെ ആ സാന്നിധ്യം നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ ദൈവത്തെ മുൻപാക്കി നടത്താനുള്ള ഒരു ആത്മീയ തീരുമാനമാണ് നമുക്ക് വേണ്ടത്. ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിന്ന് മുന്നേ പോകുന്ന ദൈവത്തെ പിന്തുടരുകയാണ് ഉടമ്പടി ജീവിതം. പരിശുദ്ധ അമ്മ നമ്മെ ദൈവത്തിൻ്റെ വഴിയിലേക്കാണ് നയിക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ നമ്മുടെ ജീവിതവും എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാവാം, രോഗങ്ങളാവാം, പ്രതിസന്ധികളാവാം, പ്രശ്നങ്ങളാവാം, ഏത് സാഹചര്യങ്ങളാവാം, നമുക്കും ഓർക്കാം നമ്മുടെ ഉടമ്പടിയിലാണ്. ഈ വഴി എനിക്ക് പുതിയതാണ്, പക്ഷേ ദൈവത്തിന് പുതിയതല്ല. അതുകൊണ്ട് ഭയത്തോടെയല്ല, മറിച്ച് വിശ്വാസത്തോടെയാണ് കൃപാസനം അമ്മയുടെ കരം പിടിച്ച് നാം അറിയാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോൾ പേടിക്കേണ്ട. കൃപാസനം ഉടമ്പടിയിൽ നാം നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദൈവം നമ്മെ മുന്നോട്ട് നയിക്കും. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ